തമിഴ്നാട്ടിലേക്കാണ് നമുക്ക് ഒന്ന് പോകേണ്ടത്. അവിടെ TVKയ്ക്കും വിജയ്ക്കും BJP വമ്പൻ ഓഫർ നൽകിയിരുന്നു എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെ ഈ സഖ്യം ഉണ്ടാവില്ല എന്ന് TVK പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. പക്ഷേ കാര്യമായ നീക്കം NDAയുടെ ഭാഗത്ത് നിന്ന് വിജയിയെ ഒപ്പം കൂട്ടാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ TVK നേതാവ് ആധവ് അർജുന കഴിഞ്ഞ ദിവസം നമുക്കറിയാം രജനീകാന്തിനെതിരെ പരാമർശം നടത്തി വിവാദത്തിലായ ആളാണ്. ഈ ആധവ് അർജുന പറയുന്നത് TVKയ്ക്ക് BJPയുടെ വാഗ്ദാനം പകുതി സീറ്റും 2.5 വർഷം പകുതി ടേം മുഖ്യമന്ത്രി സ്ഥാനവുമായിരുന്നു. പക്ഷേ എന്നിട്ടും വിജയ് NDAയ്ക്കൊപ്പം പോയില്ല. അദ്ദേഹം പറഞ്ഞത് ഡൽഹിയിൽ നിന്ന് പറയുന്ന ഒന്നും ഇവിടെ അനുസരിക്കില്ല, ഡൽഹി പറയുന്നത് തമിഴ്നാട് അനുസരിക്കില്ല, ദില്ലിക്ക് മുന്നിൽ തമിഴ്നാട് കീഴടങ്ങില്ല എന്നാണ് പറഞ്ഞ് പിന്മാറിയത് എന്നാണ്. ഒപ്പം തമിഴ്നാട്ടിലെ 234 സീറ്റിലും TVK മത്സരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാഗേഷ്, അതിനു മുമ്പ് ഈ വിജയുടെ വാക്കുകളിലേക്ക് പ്രതികരണത്തിലേക്കൊന്ന് പോകാം. രാഗേഷ് വിവരങ്ങളുമായി ചേരും. രാഗേഷ്, എന്തായാലും വലിയ ശ്രമം NDA നടത്തിയിരുന്നു. ഒരുപക്ഷെ NDAയ്ക്കൊപ്പം ചേർന്നിരുന്നെങ്കിൽ വലിയ ഏറ്റവും അധികം ഗുണമുണ്ടാകുന്ന ഒരു സഖ്യം NDA തന്നെയാണ്, സംശയമില്ല. പക്ഷേ അത് സംഭവിച്ചില്ല. വിജയ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുകയാണ്. എന്താണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? രഞ്ജിത്ത്, വിജയ് ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി BJP നടത്തുന്നുണ്ട്. കാരണം വിജയ് കൂടി വരികയാണെങ്കിൽ മുന്നണി ശക്തിപ്പെടും എന്ന പ്രതീക്ഷ BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നതാണ്. പക്ഷേ അതിനൊരു അനുകൂലമായ നിലപാട് വിജയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിനിടയിലാണ് ആധവ് അർജുന, TVKയുടെ നേതാവ് തന്നെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഉപമുഖ്യമന്ത്രി സ്ഥാനമല്ല, മുഖ്യമന്ത്രി സ്ഥാനം തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ ആധവ് അർജുന ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 2.5 വർഷക്കാലം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാം എന്നൊരു ഓഫർ BJP മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം കൂടുതൽ സീറ്റുകൾ എന്ന വാഗ്ദാനം, നേരത്തെ 80 സീറ്റുകൾ വരെ TVKയ്ക്ക് BJP വാഗ്ദാനം ചെയ്തിരുന്നായിരുന്നെങ്കിൽ അതല്ല, അതിൽ കൂടുതൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ ആധവ് അർജുന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് അനുകൂലമായ നിലപാട് വിജയ് സ്വീകരിച്ചില്ല. കാരണം ഡൽഹിക്ക് മുമ്പിൽ കീഴടങ്ങില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. കാരണം നേരത്തെ TVKയുടെ പ്രഖ്യാപിത നിലപാടായി അവർ പറഞ്ഞത് 2 കക്ഷികളെയാണ് അവർ എതിരാളികളായി പ്രഖ്യാപിച്ചിരുന്നത്. സംസ്ഥാനത്തെ DMK ആണ്, ദേശീയ തലത്തിൽ അത് BJP ആണ്. അപ്പോൾ ആ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ആവർത്തിക്കുകയാണ് ആധവ് അർജുന ചെയ്തത്. അതുതന്നെയാണ് വിജയുടെ നിലപാട് അതുതന്നെയാണെന്ന് അദ്ദേഹം കുളത്തൂരിലെ റാലിയിൽ തന്നെയാണ് വ്യക്തമാക്കിയത്. പക്ഷേ ഈ വാദങ്ങളെല്ലാം തന്നെ വിജയ് തള്ളിക്കളയുന്നുണ്ട്, മറ്റു നേതാക്കളും തള്ളിക്കളയുന്നുണ്ട്. അതായത് ഇത്തരമൊരു ചർച്ച BJPയുമായി നടത്തിയിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വിജയ് തന്നെ അത്തരം പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ശശികല അടക്കമുള്ള പാർട്ടികൾ TTV ദിനകരൻ ഉൾപ്പെടെയുള്ളവരുമായി ഒന്നും തന്നെ അത്തരം ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏതായാലും TVK കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നമുക്ക് ആധവ് അർജുനയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഈ BJPയുടെ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് நம்ம அண்ணனுக்கு பல்வேறு சொல்றாங்களே ஆஃபர்லாம் கொடுத்தாங்க. 50-50, நீங்க 90 நான் 90, நீங்க முதலமைச்சர் 2.5 வருஷம் நான் முதலமைச்சர் 2.5 வருஷம், எல்லா ஆஃபரும் கொடுத்தாங்க. அப்ப அண்ணன் சொன்ன ஒரே வார்த்தை எங்க கிட்ட, எனக்கு ஆஃபர் தேவையில்லை, தமிழக மக்களுடைய உண்மையான நம்பிக்கையை, என்றைக்கும் தமிழக மக்களுடைய நம்பிக்கையை நான் உருவாக்கக்கூடிய அரசு, மத சார்பற்ற சமூக நீதிக்கான அரசை உருவாக்கக்கூடிய ஒரு வலிமையை தமிழக வெற்றி கழகம் உருவாக்கும் சொன்னது எங்களுடைய தலைவர் விஜய் அவர்கள்.